ഇന്നലെ രാത്രി 12 മണിക്ക് നമ്മൾ സുഹൃത്ത് വിളിക്കുന്നുണ്ടോ. അപ്പോൾ പതിവില്ലാത്തൊരു കോളാണ്. കുറേ കാലമായി ഓനെ കണ്ടിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ സൂപ്പർ സീനിയറാണ്, ഇപ്പോൾ ഏകദേശം 32 വയസ്സായി. അപ്പോൾ എനിക്ക് വിളിച്ചുകൊണ്ട് ചോദിച്ചു, ബ്രോ ഈ നേപ്പാൾ പോയിക്കണോ ചോദിച്ചു. ഞാൻ 2021 ഞാൻ പോയിക്കണേ. ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അവിടെ ഏകദേശം ഒരു മാസത്തോളം ഉണ്ടായിരുന്നു നേപ്പാളിൽ. അതിലിവന് ലൗഡ് സ്പീക്കറിലാണ് എന്നോട് ഫോണ്. അല്ലായിരുന്നു ഒന്ന് മാറിക്ക്. എനിക്കനോട് 1 മണിക്കൂർ എനിക്ക് കുറച്ച് ഞാനോട് സംസാരിക്കാട്ടായിരുന്നു. പക്ഷേ ആ കോള് കട്ട് ചെയ്തപ്പോൾ 1.5 മണിക്കൂറായിട്ടുണ്ട്. ഇവൻ ഓരോ സ്ഥലത്തെയും കുറിച്ച് ചോദിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ച അങ്ങോട്ട് പോവാനാണ്. അപ്പം പോവാനല്ല. അപ്പോൾ ഏതൊക്കെ ചെങ്ങൈമാരെ വ്ളോഗിൽ കണ്ടിരിക്കുന്നത് നേപ്പാളിൽ പോയി കഴിഞ്ഞാൽ പെൺകുട്ടികളെ കേരളത്തേക്ക് കെട്ടിക്കൊണ്ടുവരാന്നുള്ളത്. പിന്നെ ഇവൻ ചോദിക്കുന്നുണ്ട് കാശ്മീരിൽ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ നമ്മുടെ സുഹൃത്ത് കാശ്മീർ ഒരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലായി പോലെ കല്യാണം കഴിക്കാൻ വേണ്ടിയുള്ള പരിപാടികളിലാണ്. അപ്പോൾ കുറേ കാലങ്ങളായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. അത് ഇൻഷാല്ലപ്പുറത്ത് കല്യാണം ഇടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് ഇവ ചോദിക്കുക അവിടുത്തെ പ്രൊസീജിയർ എങ്ങനെയാണ് പൊന്നാര ചെങ്ങാൻ്റെ വിഷയം എന്താ ചോദിച്ചാൽ. അപ്പോൾ ഒരു പെണ്ണിട്ടില്ല. ഞാനാണെങ്കിൽ സ്ഥലങ്ങളൊക്കെ പോയത് ആയതുകൊണ്ട് ഇവർ എനിക്ക് വിളിച്ചാൽ ചോദിക്കണേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഡൽഹിയിൽ നിന്നായാലും അവിടെ നിന്നൊക്കെ നമ്മളെ കാണുമ്പോൾ ഒരു യാത്രക്കാരനായിട്ടല്ല, നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ കല്യാണ കണ്ടന്റ് ചെയ്യുന്ന ആളല്ലേ ചോദിച്ചാണ്ട് വരുന്നത്. പൊന്നാര സുഹൃത്തുക്കളെ, ഞാൻ കല്യാണ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടില്ല. പിന്നെ വേറെ കുറേ ലക്ഷ്യങ്ങളുണ്ടായതുകൊണ്ട് അതിൻ്റെ പിന്നിലാണ്. അപ്പോൾ നമ്മൾ പെണ്ണിട്ടാതെ കുടുങ്ങി നടക്കുന്ന ആളല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടുകൊണ്ട് നിങ്ങൾ ആരും നമ്മളെ കാണരുത്. ഓക്കെ, യാത്രകൾക്ക് കണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യും. വോയേജർ ഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ.